الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين نحمد الله سبحانه وتعالى ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي النبي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعاذني الله وإياكم من النار ألا لا إيمان لمن لا أمانة له ولا دين لمن لا عهد له عباد الله أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما إنما الصدقات للفقراء والمساكين والعاملين عليها والمؤلفة قلوبهم وفي الرقاب والغارمين وفي سبيل الله وابن السبيل فريضة من الله والله عليم حكيم. ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസികളെ, പ്രപഞ്ചനാഥനായ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം യഥാവിധി പാലിച്ചു ജീവിക്കുന്നതിലൂടെ മാത്രമാണ് മനുഷ്യർക്ക് അവരുടെ ഇഹപര ജീവിതങ്ങളിൽ യഥാർത്ഥ വിജയവും സന്തോഷവും സമാധാനവും ഒക്കെ നേടിയെടുക്കാൻ കഴിയുക എന്ന് മനസ്സിലാക്കി അള്ളാഹുവിനെ അനുസരിച്ചും അവന് വിധേയപ്പെട്ടും അവന് ജീവിതം സമർപ്പിച്ചും തഖ്വയോടെ സൂക്ഷ്മതയോടെ ജീവിക്കണമെന്ന് ആദ്യമായി വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. കാരുണ്യവാനായ നാഥൻ ജീവിതത്തിൽ തഖ്വ പുലർത്താനും അതുവഴി വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും നമ്മുടെ ദുനിയാവിലെ ജീവിതത്തിൽ ഏറ്റുവാങ്ങാനും പരലോക ജീവിതത്തിൽ സ്വർഗപ്രവേശം സാധ്യമാക്കാനും നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും ഭാര്യാസന്താനങ്ങളെയും ഗുരുനാഥന്മാരെയും നമുക്ക് പ്രിയപ്പെട്ട എല്ലാവരെയും പ്രത്യേകമായി തുണക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ.
ജീവിതത്തിന്റെ വിവിധങ്ങളായ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് കാരുണ്യവാനായ നാഥനോട് നമ്മൾ നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രാർത്ഥനകൾ അല്ലാഹു ഖബൂൽ ചെയ്ത് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ശഅബാൻ മാസത്തിലെ എണ്ണപ്പെട്ട ദിവസങ്ങൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. ഈ ദിനങ്ങളിൽ അല്ലാഹു നമുക്ക് മേൽ അവന്റെ ബർക്കത്ത് ചൊരിയുകയും വിശുദ്ധ റമളാനിലേക്ക് ആയുസ്സോടെ ആരോഗ്യത്തോടെ എത്തിച്ചേരാനും ആ മാസത്തിലെ പുണ്യങ്ങൾ നേടിയെടുക്കാനും നമ്മെ എല്ലാവരെയും അല്ലാഹു പ്രത്യേകമായി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ഇസ്ലാമിക ചരിത്രത്തിലെ ഖലീഫമാരുടെ പരമ്പരയിൽ ഖുലഫാഉർ റാഷിദുകൾ എന്നറിയപ്പെട്ടിട്ടുള്ള 4 ഖലീഫമാർക്ക് ശേഷം ആ ശ്രേണിയിൽ നുബുവത്തിന്റെ മൻഹജിൽ ഖിലാഫത്തിന് നേതൃത്വം കൊടുത്ത മഹാനായ ഖലീഫയായിരുന്നു ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. ചരിത്രത്തിൽ 2ാം ഉമർ എന്നും 5ാം ഖലീഫ എന്നും ഒക്കെ ആദരപൂർവം വിളിക്കപ്പെട്ടിട്ടുള്ള വിശ്വാസികളുടെ നേതാവായിരുന്നു അദ്ദേഹം. വളരെ ചുരുങ്ങിയ കാലമാണ് ഖിലാഫത്ത് മുലൂക്കിയത്തിലേക്ക് വഴിമാറിയതിനു ശേഷം ഖിലാഫത്ത് പദവിയിലേക്ക്, ഖലീഫ പദവിയിലേക്ക് അവരോധിക്കപ്പെട്ട അദ്ദേഹത്തിന് ഭരണം നടത്താൻ സാധ്യമായിട്ടുള്ളത്. പക്ഷേ ആ ചുരുങ്ങിയ കാലം കൊണ്ട് ഇസ്ലാമിക രാഷ്ട്രത്തെ, യഥാർത്ഥ ഇസ്ലാമിക ഭരണത്തിന്റെ രീതിയിലേക്ക് മടക്കിക്കൊണ്ടുവരികയും ഒരു ഇസ്ലാമിക രാഷ്ട്രം സാധ്യമാക്കുന്ന നന്മകളൊക്കെയും തന്റെ ഭരണകാലത്ത് സാധിച്ചെടുക്കുകയും ചെയ്ത വലിയ ഭരണമികവ് പുലർത്തിയ വ്യക്തിത്വം കൂടിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ ചരിത്രത്തിലെ, അദ്ദേഹത്തിന്റെ ഭരണകാലത്തിലെ ഏറെ പ്രസിദ്ധമായ കാര്യമാണ് സകാത്ത് അവകാശികളെ തേടി ഇസ്ലാമിക ഭരണകൂടത്തിന്റെ ഉദ്യോഗസ്ഥന്മാർക്ക് നാടുനീളെ അലയേണ്ടി വന്നു എന്നത്. ധനികന്മാരിൽ നിന്ന് ശേഖരിച്ച സകാത്ത് വിതരണം ചെയ്യാൻ അതിന് ചുമതലപ്പെടുത്തപ്പെട്ട ആളുകൾക്ക് അർഹരെ തേടി അന്വേഷിച്ച് നടക്കേണ്ടി വന്നു എന്നതാണ് ആ ചരിത്രം. അങ്ങനെ പട്ടിണിയും പരിവട്ടവുമുള്ളവർ, അന്നത്തിന് വകയില്ലാത്തവർ, വസ്ത്രത്തിന് വകയില്ലാത്തവർ, പാർപ്പിടമില്ലാത്തവർ, അങ്ങനെയൊക്കെ അടിസ്ഥാന ജീവിതാവശ്യങ്ങളിൽ പ്രധാനപ്പെട്ടത് സാധിച്ചെടുക്കാൻ പറ്റാത്തതിന്റെ പേരിൽ പ്രയാസപ്പെടുന്ന ഫക്കീറുമാരെയോ മിസ്കീന്മാരെയോ കണ്ടെത്താൻ കഴിയാതെ വരികയും നാടുനീളെ അമീറുൽ മുഅ്മിനീൻ ചുമതലപ്പെടുത്ത ഉദ്യോഗസ്ഥന്മാർ സകാത്ത് കൊടുക്കുന്നതിനു വേണ്ടി ആളുകളെ തേടി ഇങ്ങനെ വിളിച്ചു പറഞ്ഞ് നടക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു. ഹൽ മിൻ നാകിഹിൻ ഫനുസവ്വിജുഹു, വിവാഹം കഴിക്കാൻ ആരെങ്കിലും ഉണ്ടോ, അവരെ നമ്മൾ വിവാഹം കഴിപ്പിക്കുന്നതാണ് എന്ന വിളംബരവുമായി. ഹൽ മിൻ മദീനിൻ ഫനസുദ്ദു അൻഹു ദൈനഹു, കടക്കാരായി ആരെങ്കിലും ഇനി ബാക്കിയുണ്ടോ, അവരുടെ കടമൊക്കെയും നമ്മൾ വീട്ടിൽ കൊടുക്കുന്നതാണ് എന്ന് അമീറുൽ മുഅ്മിനീന്റെ ഭാഗത്തു നിന്നുള്ള വിളംബരം നാടുനീളെ വിളിച്ചു പറഞ്ഞുകൊണ്ട് സകാത്ത് ഉദ്യോഗസ്ഥന്മാർ നടന്നിരുന്നു എന്നതാണ് ചരിത്രം. സകാത്തിനെ കുറിച്ച് തന്നെയാണ് നമ്മൾ സംസാരിക്കുന്നത്. കഴിഞ്ഞ ഒരു ഖുതുബയിൽ ഇസ്ലാമിലെ സകാത്ത് എന്ന് പറയുന്ന ആരാധനയുടെ, അതിലുപരി ഒരു സാമ്പത്തിക വ്യവസ്ഥയുടെ
3 അടിസ്ഥാന തത്വങ്ങളെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചിട്ടുള്ളത്. ഏറ്റവും ഒടുവിൽ സക്കാത്ത് എന്ന് പറയുന്നത് ധനികരിൽ നിന്ന് സ്വീകരിക്കുകയും ദരിദ്രരിലേക്ക് അടവാക്കുകയും ചെയ്യുന്ന ഒന്നാണ് എന്ന തത്വമാണ് നമ്മൾ വിശദീകരിച്ചത്. അതിൽ ഫക്കീറായ ആളുകൾ അല്ലെങ്കിൽ സക്കാത്ത് കൊടുക്കേണ്ടുന്ന ധനികർ എന്ന് പറഞ്ഞാൽ ആരാണെന്നും സക്കാത്തിന് അർഹരാകുന്ന ഫക്കീറുമാർ ആരൊക്കെയാണ് എന്നുമൊക്കെയുള്ള കാര്യമാണ് നമ്മൾ പറയാൻ ശ്രമിച്ചിട്ടുള്ളത്. അഥവാ ഇസ്ലാമിന്റെ സക്കാത്ത് വ്യവസ്ഥ എന്ന് പറയുന്നത് പലരും തെറ്റിദ്ധരിച്ചിട്ടുള്ളതുപോലെ ഏതെങ്കിലും കുറച്ചാളുകൾക്ക് അന്നത്തിനുള്ള വകയുണ്ടാക്കി കൊടുക്കുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും ചില്ലറ കാശ് കൊടുക്കുന്ന ഒരേർപ്പാടിന്റെ പേരല്ല എന്നും ഇസ്ലാമിലെ സക്കാത്ത് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അത് ദാരിദ്ര്യത്തിന് എതിരെയുള്ള ഫഖറിനെതിരെയുള്ള യുദ്ധമാണെന്നും അത് ദരിദ്രരെ സ്വാശ്രയരാക്കും വിധം അവർക്ക് സമ്പത്ത് നൽകുന്ന ഒരു സിസ്റ്റത്തിന്റെ പേരാണെന്നും രാജ്യത്തെ നാട്ടിലെ ദരിദ്രന്മാരുടെ എണ്ണം കുറച്ചു കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തിൽ തന്നെ ഏർപ്പെടുത്തപ്പെട്ടിട്ടുള്ള ഒരാരാധനാകർമ്മമാണ് എന്നും അങ്ങനെ ഫക്കീറിനെ പരിഗണിക്കുമ്പോൾ സക്കാത്ത് വാങ്ങാൻ അർഹനായ ഫക്കീറിൽ നിന്ന് അയാളെ വരും വർഷങ്ങളിൽ സക്കാത്ത് കൊടുക്കാൻ ബാധ്യതയുള്ള ധനികനാക്കി മാറ്റുക എന്ന ഉദ്ദേശത്തിൽ നിർവഹിക്കപ്പെടേണ്ടുന്ന വളരെ ആസൂത്രിതമായി വളരെ വ്യവസ്ഥാപിതമായി നിർവഹിക്കപ്പെടേണ്ടുന്ന ഒരു കാര്യമാണ് ഇസ്ലാമിലെ സക്കാത്ത് എന്നുമാണ് അക്കാര്യങ്ങൾ നമ്മളോട് വിളിച്ചു പറയുന്നത്. സക്കാത്തുമായി ബന്ധപ്പെട്ട അടിസ്ഥാന തത്വങ്ങളിൽ മറ്റ് ചില കാര്യങ്ങൾ കൂടി സൂചിപ്പിക്കാനാണ് ഈ ഖുതുബയിൽ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഇക്കാര്യങ്ങൾ ദീനിലെ വളരെ പ്രധാനപ്പെട്ട ആരാധനാനുഷ്ഠാനങ്ങൾ അത് നിർവഹിക്കാൻ ബാധ്യതയുള്ളവർക്ക് അത് യഥാവിധി നിർവഹിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി അതിനുള്ള അറിവിന് വേണ്ടി അതല്ലാത്ത എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം പൊതുവിൽ ഇസ്ലാമിന്റെ ഏറ്റവും സൗന്ദര്യമുള്ള ഒരു വ്യവസ്ഥ എന്നുള്ള നിലക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാക്കുകയും ദീനിനെ കുറിച്ചുള്ള നമ്മുടെ അഭിമാനബോധം വർദ്ധിപ്പിക്കാനുള്ള ഒരു ഘടകം എന്നുള്ള നിലക്കുമാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. നാലാമതായി ഇസ്ലാമിന്റെ സക്കാത്ത് വ്യവസ്ഥയെ കുറിച്ചുള്ള നാലാമത്തെ അടിസ്ഥാന തത്വം എന്ന് പറയുന്നത് സക്കാത്ത് ഒരിക്കലും നികുതികൾക്ക് പകരമാവുകയില്ല എന്ന കാര്യമാണ്. ഒരു ഇസ്ലാമിക രാഷ്ട്രത്തിലാണെങ്കിൽ പോലും ഇസ്ലാമിക രാഷ്ട്രം ചുമത്തുന്ന നികുതികൾ എന്ന് പറയുന്നത് സക്കാത്ത് എന്ന നിർബന്ധ ബാധ്യതയ്ക്ക് പുറത്തുള്ള കാര്യങ്ങളായിരിക്കും. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇക്കാര്യം വളരെ പ്രധാനമായി മനസ്സിലാക്കേണ്ടതാണ്. പലപ്പോഴും ഉയർന്നു വരുന്ന ചോദ്യം പ്രത്യേകിച്ചും നമ്മുടെ നാട്ടിലെ സർക്കാരുകൾ ഏർപ്പെടുത്തുന്ന നികുതി ഭാരങ്ങൾ പരിധികൾ വിടുന്നുണ്ട് എന്നത് എല്ലാവരുടെയും അഭിപ്രായമാണ്. ക്രിയാത്മകമായി ഉൽപാദന മേഖലയിൽ രാജ്യത്തിന്റെ ക്ഷേമം ഉറപ്പുവരുത്തുന്ന വിധത്തിൽ കാര്യങ്ങൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നിടത്ത് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ പരാജയപ്പെടുന്നിടത്ത് രാജ്യത്തിന്റെ വരുമാനം സംസ്ഥാനത്തിന്റെ വരുമാനം കുറയുന്നു. കാലങ്ങളായി നമ്മൾ അവതരിപ്പിക്കുന്ന ബജറ്റുകളെല്ലാം പൊതു ബജറ്റുകളെല്ലാം അത് കമ്മി ബജറ്റുകളായി മാറുന്നു. അതുകൊണ്ട് ഗവൺമെന്റുകൾ എല്ലാ ബജറ്റ് അവതരണ വേളകളിലും പുതിയ വരുമാന മാർഗങ്ങൾ പുതിയ റവന്യൂ സോഴ്സുകൾ കണ്ടെത്താൻ നിർബന്ധിതരാണ്. ആ പുതിയ വരുമാന മാർഗങ്ങൾക്ക് നമ്മുടെ ഗവൺമെന്റുകളുടെ മുൻപിൽ നിലവിലുള്ള മാർഗങ്ങൾ എന്ന് പറയുന്നത് വെറും കടങ്ങൾ എടുക്കുക, പൊതുകടങ്ങൾ വർദ്ധിപ്പിക്കുക എന്നതും നികുതി വർദ്ധിപ്പിക്കുക എന്നതുമാണ്. അപ്പൊ ഓരോ വർഷം കഴിയും തോറും നമ്മൾ അടക്കുന്ന നികുതികൾ ഏറി വരികയാണ്. വരുമാന നികുതിയുടെ പേരിലും അതല്ലാത്തതിന്റെ പേരിലും നമ്മൾ ഒരേ കാര്യത്തിന് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന സേവനങ്ങൾക്ക് പലപ്പോഴും ഇരട്ടിയായും അല്ലെങ്കിൽ അതിലപ്പുറം 3ഉം 4ഉം തവണയും ഒരേ കാര്യത്തിന് തന്നെ നികുതി അടയ്ക്കേണ്ടുന്ന ഗതികേടിലൊക്കെയാണ് നമ്മളുള്ളത്. അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെയും ആ പശ്ചാത്തലത്തിൽ പ്രത്യേകിച്ചും ആളുകളുടെ ഭാഗത്തു നിന്ന് ഉയർന്നു വരുന്ന ചോദ്യമാണ്. ഞാൻ 5%
വരുമാന നികുതി കൊടുക്കേണ്ടി വരുന്നുണ്ട് എന്റെ വരുമാനത്തിന്, എനിക്കത് എന്റെ സക്കാത്തായിട്ട് പരിഗണിച്ചുകൂടെ എന്ന ചോദ്യം. അത് പാടില്ല, അങ്ങനെ പറ്റുകയില്ല എന്നതാണ് അതുമായി ബന്ധപ്പെട്ട വിധി. നികുതിയൊന്ന് വേറെയാണ്, ഗവൺമെന്റുകൾ ചുമത്തുന്ന നികുതിയൊന്ന് വേറെയാണ്, സക്കാത്ത് എന്ന് പറയുന്നത് വേറെ തന്നെ ഒരു സിസ്റ്റമാണ്. പ്രത്യേകിച്ചും സക്കാത്ത് എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ആർക്കും കൈകടത്താൻ അവകാശമില്ലാത്ത വിധം ഒരു ഇസ്ലാമിക രാജ്യമാണെങ്കിൽ പോലും ആ രാജ്യത്തെ ഭരണാധികാരിക്ക് പോലും സ്വതന്ത്രമായി കൈകാര്യം ചെയ്യാൻ അവകാശമില്ലാത്ത വിധം അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ അവകാശികളെ അർഹരെ നിശ്ചയിച്ചിട്ടുള്ള ഒരു സമ്പത്താണ് സക്കാത്ത് സമ്പത്ത്, സക്കാത്തിന്റെ ധനം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ നികുതി കൊടുക്കുന്നു എന്നതിന്റെ പേരിൽ സക്കാത്തിന്റെ ബാധ്യത നമ്മളിൽ നിന്ന് ഒഴിവാവുകയില്ല. നികുതിയായി കൊടുക്കുന്ന ധനം അത് സക്കാത്തിന്റെ ഇനത്തിൽ വരവ് ചേർക്കാൻ പറ്റുകയുമില്ല എന്ന കാര്യം മനസ്സിലാക്കേണ്ടതാണ്. സക്കാത്ത് എന്ന് പറയുന്നത് വേറെ ഉദ്ദേശത്തിൽ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളതാണ്. നികുതികൾ എന്ന് പറയുന്നത് വേറെ ഉദ്ദേശത്തിൽ പിരിച്ചെടുത്ത് ഗവൺമെന്റ് ഉപയോഗപ്പെടുത്തുന്നതാണ്. അഞ്ചാമത്തെ ഒരു ഖായിദ, അടിസ്ഥാന തത്വം സക്കാത്തുമായി ബന്ധപ്പെട്ട് ഒരു സമ്പത്തിലും ഇരട്ടി സക്കാത്തില്ല എന്നതാണ്. അത് ഇസ്ലാമിന്റെ വളരെ സക്കാത്തുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു നിയമമാണ്. ഒരു തരത്തിലും ഇരട്ടി സക്കാത്ത് ഒരു സമ്പത്തിന്റെ ഉടമ നൽകേണ്ടി വരികയില്ല. അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഏറ്റവും പ്രധാനമായി ഒരാളുടെ കൈവശമുള്ള ഒരു സ്വത്തിന് അയാൾ സക്കാത്ത് കൊടുത്താൽ പിന്നെ ഒരു വർഷം തികയുന്നതിന് മുമ്പ് അയാൾക്ക് പിന്നീട് ആ സ്വത്തിൽ സക്കാത്ത് ബാധകമല്ല. ഒരു വർഷം തന്നെ ഒന്നിലധികം തവണ ഒരേ സ്വത്തിന് സക്കാത്ത് കൊടുക്കേണ്ടുന്ന അവസ്ഥ വരികയില്ല. പലപ്പോഴും അത്തരം കാര്യങ്ങളൊക്കെ വരിക ചില പ്രത്യേക ധനങ്ങൾക്കാണ്, സംശയങ്ങൾ ഉണ്ടാവുക. ഒരാളുടെ കൈവശം വളർത്തുമൃഗങ്ങളായി ആടുകളോ പശുക്കളോ നിശ്ചയിക്കപ്പെട്ട നിസാബിന്റെ എണ്ണം ഉണ്ടെങ്കിൽ 40 ആടുകൾ, 30 പശുക്കൾ, 5 ഒട്ടകങ്ങൾ, ഇങ്ങനെയൊക്കെ വളർത്തുമൃഗങ്ങളായി ഉണ്ടെങ്കിൽ അതിന് അയാൾ സക്കാത്ത് കൊടുക്കണം. വളർത്തുമൃഗങ്ങളുടെ സക്കാത്ത്. അതേ സാധനത്തിന് അയാൾ കച്ചവടത്തിന്റെ സക്കാത്ത് കൊടുക്കേണ്ടതില്ല പിന്നീട് എന്നതാണ്. അത് കച്ചവടത്തിന്റെ സക്കാത്ത് വേറെയാണ്. കച്ചവടത്തിന്റെ സക്കാത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരാളുടെ കൈവശം പശുക്കളുള്ളത്, ആടുകളുള്ളത് ഒരു കച്ചവടച്ചരക്ക് എന്ന രൂപത്തിലാണെങ്കിൽ അയാൾ അതിന് കച്ചവടത്തിന്റെ സക്കാത്താണ് കൊടുക്കുക. അയാൾ അതിന് വളർത്തുമൃഗങ്ങൾക്ക് കൊടുക്കേണ്ടുന്ന സക്കാത്ത് കൊടുക്കേണ്ടതില്ല എന്നതാണ്. ഈ സ്വഭാവത്തിൽ ഒരു മുതലിലും സക്കാത്ത് ബാധകമായ ഒരു മുതലിലും ഒരു വർഷത്തിനുള്ളിൽ തന്നെ 2 തവണ സക്കാത്ത് കൊടുക്കേണ്ടുന്ന കാര്യമില്ല. അങ്ങനെ അത് നിർബന്ധമാവുകയില്ല എന്നത് സക്കാത്തുമായി ബന്ധപ്പെട്ട അഥവാ സക്കാത്തിന്റെ കണ്ടീഷനുകളിൽ, സക്കാത്ത് ബാധകമാകുന്ന സ്വത്തുക്കളിൽ, സക്കാത്തിന്റെ ഷർത്തുകളിൽ പ്രധാനപ്പെട്ട ഒന്ന് വർഷം തികയുക എന്ന ഒരു ഷർത്താണ്. അത് വളരെ പ്രധാനപ്പെട്ടതുമാണ്. മറ്റൊരു കാര്യം സക്കാത്തുമായി ബന്ധപ്പെട്ട് അതിന്റെ അടിസ്ഥാന തത്വങ്ങളിൽ പണ്ഡിതന്മാർ നിർണയിച്ചിട്ടുള്ള കാര്യം, സക്കാത്തിന് നിസാബ് തികയുമ്പോൾ മാത്രമാണ്, നിശ്ചയിക്കപ്പെട്ട പരിധി എത്തുമ്പോൾ മാത്രമാണ് സക്കാത്ത് നിർബന്ധമാവുക എന്നതാണ്. നമ്മുടെ ഒരു ജീവിത സാഹചര്യത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമായും ആളുകൾക്ക് സക്കാത്ത് കൊടുക്കാനുണ്ടാവുക വരുമാന മാർഗങ്ങൾ എന്നതിനേക്കാൾ കയ്യിലുള്ള സമ്പത്തിന്റെ ഇനമെന്ത് എന്നതിനനുസരിച്ച് കൂടിയാണ് സക്കാത്ത് നിർബന്ധമാവുക. അതുകൊണ്ട് നാണയങ്ങൾക്ക്, കറൻസികൾക്ക് സക്കാത്ത് നിർബന്ധമുള്ളതാണ്. നമ്മുടെയൊക്കെ കൈവശം മിക്കവാറും ഉണ്ടാകുന്ന ധനം എന്ന് പറയുന്നത് കറൻസി ആയിരിക്കും, നോട്ടുകളായിരിക്കും. അതാണ് നമ്മുടെ കൈവശം സക്കാത്ത് കൊടുക്കേണ്ടുന്ന ഒരു ധനമായിട്ട് ഭൂരിഭാഗം ആളുകളുടെ കയ്യിലും ഉണ്ടാവുക. പ്രത്യേകിച്ചും ശമ്പളക്കാരായ ആളുകൾ, മറ്റു തൊഴിലുകളെടുത്ത് അതിന് ക്യാഷ്, ശമ്പളം, കൂലി അല്ലെങ്കിൽ ഇതൊക്കെ ക്യാഷ് ആയിട്ട് കൈപ്പറ്റുന്നവർ, അവരെ സംബന്ധിച്ചിടത്തോളം ആ കറൻസിക്കാണ് സക്കാത്തുള്ളത്. അതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരുന്ന കാലത്ത് നാണയങ്ങൾ എന്ന് പറയുന്നത് സ്വർണ്ണ നാണയങ്ങളും വെള്ളി നാണയങ്ങളുമായിരുന്നു. അന്നത്തെ നാണയങ്ങൾ എന്ന് പറയുന്നത്
കമ്മോഡിറ്റി കോയിൻസ് ആയിരുന്നു. സാമ്പത്തിക ശാസ്ത്രം അറിയുന്നവർക്കറിയാം. എന്ന് പറഞ്ഞാൽ എന്ത് വസ്തു കൊണ്ടാണോ നാണയം ഉണ്ടാക്കിയിട്ടുള്ളത് അതിന്റെ ആക്ച്വൽ വാല്യൂ തന്നെയാണ്, അതിന്റെ യഥാർത്ഥ വില തന്നെയാണ് ആ നാണയത്തിന്റെയും വില. അപ്പൊ ഒരു സ്വർണ്ണ നാണയത്തിന്റെ മൂല്യം നിശ്ചയിക്കുന്നത് ആ സ്വർണ്ണ നാണയം ഉണ്ടാക്കാൻ ഉപയോഗിച്ച സ്വർണത്തിന് എന്ത് ഭാരമുണ്ട്, എന്ത് വെയിറ്റ് ഉണ്ട്, അത്ര ഗ്രാം സ്വർണത്തിന് എന്ത് വിലയാണോ ഉള്ളത് അത് തന്നെയായിരിക്കും ആ നാണയത്തിന്റെയും വില എന്ന് പറയുന്നത്. അപ്പോ ഒരു ദീനാർ എന്ന് പറഞ്ഞാൽ അത് ഒരു നിശ്ചിത തൂക്കമുള്ള കോയിൻ സ്വർണ്ണ നാണയമാണ്. ഒരു ദിർഹം എന്ന് പറഞ്ഞാൽ അത് നിശ്ചിത തൂക്കമുള്ള വെള്ളി നാണയമാണ്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് അക്കാലത്ത് നിസാബ് നിശ്ചയിക്കപ്പെട്ടിരുന്നത്. 20 ദീനാർ സ്വർണം, 20 ദീനാർ ഉണ്ടെങ്കിൽ സ്വർണത്തിന്റെ നിസാബ് എന്ന് പറഞ്ഞാൽ കോയിനാണെങ്കിൽ 20 ദീനാറാണ്. ഇനി അതല്ലാത്ത സ്വർണമാണെങ്കിലും 20 ദീനാർ എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് മനസ്സിലാകുമായിരുന്നു അത് 20 മിസ്കാലാണ്, ഓരോ ദീനാറും ഓരോ മിസ്കാലാണ് എന്ന് ആളുകൾക്ക് മനസ്സിലായിരുന്നു. നമ്മുടെ കാലഘട്ടത്തേക്ക് വന്നാൽ അത്തരത്തിലുള്ള കോയിനുകൾ, കറൻസികളല്ല ഉള്ളത്. എന്തുകൊണ്ടാണോ കറൻസി ഉണ്ടാക്കുന്നത്? നിലവിൽ നമ്മുടെ മുമ്പിലുള്ള കറൻസികൾ പേപ്പർ കറൻസികളാണ്. അവിടെ കടന്ന് ഡിജിറ്റൽ കറൻസികളാണ് ഇപ്പോൾ വ്യാപകമായി നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവയുടെ മൂല്യം എന്ന് പറയുന്നത് അതെന്തുകൊണ്ടാണോ ഉണ്ടാക്കിയത് അതിന്റെ മൂല്യമല്ല. പക്ഷേ അടിസ്ഥാനപരമായി അക്കാലത്തെ കോയിനുകൾ അതിനും ഇപ്പോഴത്തെ കറൻസിക്കും ഒരേ ധർമ്മമാണ് നമ്മുടെ ജീവിതത്തിൽ നിർവഹിക്കാനുള്ളത്. അതെന്താണെന്ന് ചോദിച്ചാൽ വസ്തുക്കൾ കൈമാറ്റം ചെയ്യാനുള്ള മീഡിയമായി ഒരു മാധ്യമമായി ഉപയോഗിക്കുക എന്നതാണ്. മീഡിയം ഓഫ് എക്സ്ചേഞ്ച് എന്നതാണ് പണത്തിന്റെ യഥാർത്ഥത്തിലുള്ള ധർമ്മം എന്ന് പറയുന്നത്. ആ പണത്തിന് സക്കാത്ത് കൊടുക്കേണ്ടുന്ന രീതി പുതിയ കാലത്തേക്ക് ആലോചിക്കുമ്പോൾ സ്വർണത്തിന്റെയോ വെള്ളിയുടെയോ നിസാബ് ഇതിനെ അടിസ്ഥാനമാക്കി അതിന് തുല്യമായ, അതിന്റെ വിലക്ക് തുല്യമായ കറൻസി ഒരാളുടെ കയ്യിലുണ്ടെങ്കിൽ സക്കാത്ത് കൊടുക്കുക എന്നതാണ്. അപ്പൊ അവിടെ പണ്ഡിതന്മാർക്കിടയിലുള്ള ഒരു അഭിപ്രായ വ്യത്യാസം സ്വർണത്തെയാണോ വെള്ളിയെയാണോ മാനദണ്ഡമാക്കേണ്ടത് എന്നതാണ്. വെള്ളിയാണ് മാനദണ്ഡമാക്കുന്നത് എങ്കിൽ 200 ദിർഹം അക്കാലത്തെ വെള്ളി എന്ന് പറയുന്നത് നമ്മുടെ കാലത്തെ 595 ഗ്രാം വെള്ളിയാണ്. 595 ഗ്രാം വെള്ളിയുടെ നിലവിലെ മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 50,000 രൂപക്കും ചിലപ്പോൾ 40,000 രൂപക്കും താഴെയായിരിക്കും. അത്ര വില കുറഞ്ഞ സാധനമായി, ലോഹമായി വെള്ളി മാറിയിരിക്കുന്നു. അപ്പൊ അങ്ങനെ ആ കണക്ക് സ്വീകരിച്ചാൽ ഒരു വർഷത്തിൽ തന്റെ ജീവിത ചെലവുകൾ കഴിഞ്ഞ് ഒരു 40,000 രൂപ 50,000 രൂപ കൈവശമുള്ളയാളും അതിന്റെ 2.5% സക്കാത്ത് കൊടുക്കണം എന്നാണ് അതുവഴി വരിക. അങ്ങനെ അഭിപ്രായമുള്ള പണ്ഡിതന്മാരുണ്ട്. അതേസമയത്ത് ആ വിഷയത്തിലെ പ്രബലമായ അഭിപ്രായം സ്വർണത്തെയാണ് അടിസ്ഥാനമായി സ്വീകരിക്കേണ്ടത് എന്നതാണ്. കാരണം സ്വർണത്തിന്റെ മൂല്യത്തിന് ഒരു സ്ഥിരതയുണ്ട് താരതമ്യേന മനുഷ്യരുടെ ചരിത്രത്തിൽ. അതേസമയത്ത് വെള്ളി മൂല്യം ഇടിഞ്ഞിടിഞ്ഞ് അത് ഒട്ടുമേ ഒരാളുടെ സമ്പന്നതയെ അളക്കാൻ, മാനദണ്ഡമാക്കാൻ പറ്റാത്ത വിധം മൂല്യശോഷണം സംഭവിച്ച ഒന്നായി അത് മാറിയിട്ടുണ്ട് എന്നതാണ്. സ്വർണത്തെയാണ് നമ്മൾ നിസാബായി സ്വീകരിക്കുന്നത് എങ്കിൽ 85 ഗ്രാം സ്വർണത്തിന്റെ തുല്യമായ തുക ഒരാളുടെ കൈവശം ഒരു വർഷം അയാളുടെ കയ്യിലിരുന്നാൽ അയാൾ അതിന്റെ 2.5% സക്കാത്ത് കൊടുക്കാൻ ബാധ്യസ്ഥനാണ് എന്നാണ് വരിക. ഇന്നലെ പത്രങ്ങളിൽ അച്ചടിച്ചു വന്ന കണക്ക് പ്രകാരം 1 ഗ്രാം സ്വർണത്തിന്റെ വില 8,070 രൂപയാണ്. അതനുസരിച്ച് 85 ഗ്രാം സ്വർണത്തിന്റെ വില എന്ന് പറയുന്നത് ഏതാണ്ട് 6,85,000 രൂപക്ക് മുകളിൽ വരും. അത്ര കാശ് ഒരാളുടെ കൈവശം ആദ്യമായി ഉണ്ടാവുകയും ഒരു വർഷം തികയുമ്പോഴും അത്രയോ അതിനേക്കാൾ കൂടുതലോ ക്യാഷ് അയാളുടെ കയ്യിൽ ബാങ്കിലോ അലമാറയിലോ കടം കൊടുത്തതോ മറ്റ് അയാളുടെ ഉടമസ്ഥാവകാശത്തിൽ എവിടെയെങ്കിലുമൊക്കെ ആയിട്ടോ ഉണ്ടെങ്കിൽ അയാൾ നിർബന്ധമായും അതിന്റെ 2.5% ഒരു വർഷം തികയുമ്പോൾ നിർബന്ധമായും സക്കാത്ത് കൊടുക്കണം എന്നതാണ്. ഒരിക്കൽ അങ്ങനെ ഒരാളുടെ സമ്പത്തിൽ അങ്ങനെ സക്കാത്ത് നിർബന്ധമായാൽ അയാൾ കൊടുത്താലും കൊടുത്തില്ലെങ്കിലും അത് ബാധ്യതയായി, കടമായി അവിടെ തന്നെ നിൽക്കുമെന്നുള്ളത് കൂടിയാണ് സക്കാത്തുമായി ബന്ധപ്പെട്ട ഇസ്ലാമിലെ നിയമം. തഖാദുമ് കൊണ്ട്, കാലപ്പഴക്കം കൊണ്ടൊരിക്കലും സക്കാത്തിന്റെ ബാധ്യത നമ്മളിൽ നിന്ന് ഒഴിഞ്ഞു പോവുകയില്ല. ഒരാൾക്ക് സക്കാത്ത് നിർബന്ധമായി, പക്ഷെ അയാൾ സക്കാത്തിന്റെ കാര്യം ശ്രദ്ധിച്ചില്ല, വർഷങ്ങളായി അയാൾ സക്കാത്ത് കൊടുത്തില്ല എന്നതുകൊണ്ട് കാലം കുറെ പോയില്ലേ,
വർഷം കുറെ പിന്നിട്ടില്ലേ, ഈ വർഷത്തെ സക്കാത്താണ് കൊടുക്കാം എന്ന് തീരുമാനിച്ചാൽ അയാളുടെ ബാധ്യത വീടുകയില്ല. 2000-ൽ സക്കാത്ത് നിർബന്ധമായ ഒരാൾ ആ 2000-ലെ സക്കാത്ത് കൊടുക്കണം. അത് കൊടുത്താൽ മാത്രം വീടുന്ന കാര്യമാണ്. കാലപ്പഴക്കം കൊണ്ട് ഒഴിഞ്ഞു പോകുന്നതല്ല സക്കാത്തിന്റെ ബാധ്യത എന്നതുകൂടിയാണ് അതുമായി ബന്ധപ്പെട്ട നിയമം. അപ്പോ ഇത്ര വലിയ തുകയുള്ള ആൾ സക്കാത്ത് കൊടുത്താൽ മതിയോ എന്നാണ് നമ്മൾ ചോദിക്കുക. അത്ര വലിയ സംഖ്യ ഉണ്ടായാലാണ് ഇന്നത്തെ കാലത്ത് ഒരാളെ ധനികനായി നമുക്ക് പരിഗണിക്കാൻ പറ്റുകയുള്ളൂ എന്നതാണ്. ഈ നിസാബിന്റെ സംഖ്യ സ്വർണം പരിഗണിക്കുമ്പോൾ വലിയ സംഖ്യയായി മാറുന്നു എന്നത് മാത്രമല്ല സംഭവിക്കുന്നത്. നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിത ചെലവുകൾക്ക് വേണ്ടി അടക്കേണ്ടി വരുന്ന ബില്ലുകളും എത്രയോ ഇരട്ടിയായി വർദ്ധിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ സംഭവിച്ചത് നിസാബ് കൂടിയിട്ട് കുറെ ധനികന്മാർ സക്കാത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്നതല്ല, സ്വർണത്തിന്റെ വില കൂടിയതുകൊണ്ട് സംഭവിക്കുന്നത്. സ്വർണത്തിന്റെ വില കൂടുന്നതിനനുസരിച്ച് നമ്മുടെ നാട്ടിൽ എല്ലാറ്റിനും വില കൂടുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. പഴയ പോലെ നമുക്ക് 4 ആളുകൾക്ക് കൂടി ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചിട്ട് 200 രൂപയുടെ ബില്ലടച്ച് പോരാൻ കഴിയില്ല. 200 രൂപക്ക് നമ്മൾ 4 ആൾ ഭക്ഷണം കഴിച്ചിരുന്നിടത്ത് ഇപ്പോൾ ചുരുങ്ങിയത് 1000 രൂപയെങ്കിലും ബില്ലടക്കണമെന്ന അവസ്ഥ വന്നിട്ടുണ്ട്. ഹോട്ടലിലെ കാര്യമായി മാത്രമല്ല, പലചരക്ക് കടകളിൽ, പച്ചക്കറി കടകളിൽ, പഴക്കടകളിൽ ഒക്കെയും നമ്മൾ അടക്കേണ്ടി വരുന്ന ബില്ല് ഭീമമായി വർദ്ധിച്ചിട്ടുണ്ട്. അപ്പൊ കുറഞ്ഞ സംഖ്യ കൊണ്ടൊന്നും ഒരാൾക്ക് ഈ കാലത്ത് അയാളുടെ ജീവിത ചെലവുകൾ പൂർത്തീകരിക്കാൻ പറ്റുകയില്ല എന്നതാണ്. അതുകൊണ്ട് ധനികത്വത്തിന്റെ മാനദണ്ഡവും അതിന് പരിഗണിക്കപ്പെടുന്ന മാനദണ്ഡവും വർദ്ധിച്ചു എന്നാണ് അതില് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യം. അപ്പോ അതേ സമയത്ത് ഒരാൾക്ക് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ആരാധന, അള്ളാഹുവിന് വേണ്ടി ചെയ്യേണ്ടുന്ന ഒരു ആരാധന എന്നുള്ള നിലക്ക്, പണ്ഡിതന്മാർക്കുള്ള അഭിപ്രായമായി എന്നുള്ള നിലക്ക്, സൂക്ഷ്മതയുടെ ഭാഗമായി ഒരാൾ സ്വന്തം നിലക്ക് ഞാൻ എന്റെ കയ്യിൽ വെള്ളിക്ക് 595 ഗ്രാം വെള്ളിക്ക് സമാനമായ സംഖ്യയുണ്ടെങ്കിലും സക്കാത്ത് കൊടുക്കുന്നു എന്ന് തീരുമാനിച്ചാൽ അതൊരു നല്ല മനസ്സാണ്. അഹ്ലൻ വസഹ്ലൻ, അതുകൊണ്ട് കുഴപ്പമില്ല. അതേസമയത്ത് സക്കാത്ത് നിർബന്ധമാണ് എന്ന് നമ്മൾ ഒരാളോട് പറയുന്നത് അയാൾക്ക് യഥാർത്ഥത്തിൽ അത് നിർബന്ധമാവുക ദീനിലെ പ്രബലമായ, ഫിഖ്ഹിലെ പ്രബലമായ അഭിപ്രായം അനുസരിച്ച് അയാൾ 85 ഗ്രാം സ്വർണത്തിന് തുല്യമായ ക്യാഷിന് ഉടമയാകുമ്പോഴാണ്. നമുക്ക് സക്കാത്ത് വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട മേഖല എന്ന് പറയുന്നത് കച്ചവടമാണ്. കച്ചവടത്തിലും യഥാർത്ഥത്തിൽ ഇത് തന്നെയാണ് മാനദണ്ഡം. യഥാർത്ഥത്തിൽ കച്ചവടത്തിന്റെ സക്കാത്ത് കറൻസിയോട് ചേർത്ത് കൊടുക്കേണ്ടതാണ്. കാരണം കച്ചവടത്തിന്റെ നിസാബ് നമ്മൾ കണക്ക് കൂട്ടുന്നത് കച്ചവട വസ്തുക്കളായിട്ടല്ല. അപ്പോ ഞാൻ ഉദാഹരണത്തിന് ഞാൻ ഒരു അരി കച്ചവടക്കാരനാണെങ്കിൽ എന്റെ കടയിലുള്ള അരി മുഴുവൻ കണക്കെടുത്തിട്ട് ഇത്ര കിൻഡൽ അരിയുണ്ട്, അപ്പൊ അതിന്റെ 2% ഇത്ര, അല്ലെങ്കിൽ അതിന്റെ ശതമാനം കണക്കാക്കിയിട്ട് ഇത്ര അരി സക്കാത്ത് കൊടുക്കുക. ഇതല്ല കച്ചവടത്തിൽ ചെയ്യേണ്ടത്. അത് കൃഷിയിൽ ചെയ്യേണ്ടുന്ന സക്കാത്ത് കൊടുക്കേണ്ടുന്ന രീതിയാണ്. കച്ചവടത്തിലാകുമ്പോൾ അരി കച്ചവടക്കാരനാണെങ്കിൽ അയാളുടെ കയ്യിൽ, അയാളുടെ കടയിൽ സ്റ്റോക്കായിട്ട് എത്രയാണ് അരിയുള്ളത് എന്നതിന്റെ കണക്കെടുക്കും. ആ കണക്കിന് നിലവിൽ മാർക്കറ്റ് വില അനുസരിച്ച് എത്ര വിലക്കുള്ളതുണ്ട് എന്ന് നോക്കും. അപ്പോൾ ഒരു 2-3 ലക്ഷത്തിനുള്ള അരി സ്റ്റോക്കായിട്ട് അവിടെ ഉണ്ട്. അയാളുടെ കൈവശം പണമായിട്ട് ഈ കച്ചവടത്തിലൂടെ അയാൾ കിട്ടിയ വരുമാനമായും അല്ലാതെയും അയാളുടെ കൈവശം ക്യാഷായിട്ട് 3-4 ലക്ഷമുണ്ട്. അങ്ങനെ 7 ലക്ഷം അയാളുടെ കൈവശമുണ്ട്. അതിന്റെ കൂടെ അയാൾ അരി വിറ്റതിന്റെ പേരിൽ, ആളുകളിൽ നിന്ന് കടം കൊടുത്തതിന്റെ പേരിൽ 1, 1, 1.5, 2 ലക്ഷം പിരിഞ്ഞു കിട്ടാനുണ്ട്. 9 ലക്ഷം അയാളുടെ കൈവശമുണ്ട്. അതേ സമയത്ത് അരി ഹോൾസെയിൽ മാർക്കറ്റിൽ നിന്ന് ഇറക്കിയതിന്റെ ഭാഗമായി അയാൾക്ക് അങ്ങോട്ട് കൊടുക്കാനുള്ള കടമായി, ബില്ലടക്കാനുള്ള കടമായി ഒരു 2 ലക്ഷം രൂപയുമുണ്ട്. അപ്പൊ ഈ 9 ലക്ഷത്തിൽ നിന്ന് 2 ലക്ഷം രൂപ കുറച്ച് 7 ലക്ഷം രൂപ അയാളുടെ കൈവശമുണ്ടെങ്കിൽ അതിന്റെ 2.5% അയാൾ സക്കാത്ത് കൊടുക്കുകയാണ് ചെയ്യുക. അതിൽ നിന്ന്, ആ കച്ചവടത്തിന്റെ സക്കാത്തിൽ നിന്ന് കച്ചവട ആവശ്യങ്ങൾക്കായി നിർമ്മിച്ചിട്ടുള്ള കെട്ടിടങ്ങൾ, അതുപോലെ അവിടെ ഉപയോഗിക്കുന്ന ഫർണിച്ചറുകൾ, കച്ചവടത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന വാഹനങ്ങൾ, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ സക്കാത്തിന്റെ പരിധിയിൽ നിന്ന് ഒഴിവുമാണ്. അപ്പോ ഈ രീതിയിൽ കൃത്യമായ വ്യവസ്ഥ ഇസ്ലാം നിശ്ചയിച്ച്, കൃത്യമായ കണക്ക് പറഞ്ഞ് ആണ് ഇസ്ലാം സക്കാത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി
ഇനി അതേപോലെ തന്നെ കച്ചവടത്തിന് ഒരാൾക്ക് നിസാബ് തികഞ്ഞില്ല, അയാൾ ശമ്പളം പറ്റുന്ന അതേ ആൾ തന്നെ ശമ്പളം പറ്റുന്ന ആളാണ്, ശമ്പളം വഴി അയാൾക്ക് കിട്ടിയ ക്യാഷിനും അയാൾക്ക് നിസാബ് തികഞ്ഞില്ല എന്ന് കരുതി അയാൾ സക്കാത്ത് കൊടുക്കാൻ ബാധ്യസ്ഥനല്ല എന്ന് വരുന്നില്ല. കച്ചവടം വഴി അയാളുടെ കൈവശം നേരത്തെ കണക്ക് കൂട്ടിയത് പ്രകാരമുള്ള ക്യാഷ്, അയാളുടെ സ്റ്റോക്കിനും അയാളുടെ കൈവശം ഇരിക്കുന്ന ക്യാഷും എത്രയാണുള്ളത്, ഉദാഹരണത്തിന് അതൊരു 4 ലക്ഷം രൂപയുടേതുണ്ട്, അത് നിസാബ് തികഞ്ഞിട്ടില്ല, അതുകൊണ്ട് കച്ചവടത്തിന്റെ സക്കാത്ത് ബാധകമല്ല. മറുഭാഗത്ത് അയാൾ ഒരു സ്കൂൾ അധ്യാപകൻ കൂടിയാണ്, അല്ലെങ്കിൽ ശമ്പളം പറ്റുന്ന ഒരു ജോലി കൂടി അയാൾ ചെയ്യുന്നുണ്ട്, ഈ കച്ചവടത്തിന്റെ ഉടമയാണ് എന്നതോടൊപ്പം. അപ്പോൾ അയാൾക്ക് ആ ഇനത്തിൽ വന്നിട്ടുള്ള കൂലിയായി ശമ്പളമായി കിട്ടിയിട്ടുള്ള ക്യാഷ് വേറെ അയാളുടെ കൈവശം ബാങ്കിലോ അല്ലാതെയോ ഉണ്ട്, അതൊരു 3-4 ലക്ഷം അതും ഉണ്ട്. അപ്പൊ അങ്ങനെയാകുമ്പോ അതിനും നിസാബ് തന്നിട്ടില്ല, അവിടെ സക്കാത്തില്ല, ഇതിനും നിസാബ് തന്നിട്ടില്ല, ഇവിടെ സക്കാത്തില്ല. ഇതല്ല, ഇത് രണ്ടും ഒരേ ഇനത്തിൽപ്പെട്ട സമ്പത്താണ്, രണ്ടും കറൻസിയാണ് അയാളുടെ കൈവശമുള്ളത്, രണ്ടും ചേർത്ത് വെക്കണം. അങ്ങനെ നിസാബ് തികയുകയാണെങ്കിലും അയാൾ അതിന്റെ 2% സക്കാത്ത് കൊടുക്കണം എന്നതാണ്. കച്ചവടത്തിന്റെ കാര്യത്തിൽ വളരെ പ്രധാനമായി ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു കാര്യം, കച്ചവടത്തിന് ആകെ ഒരിക്കൽ മാത്രമല്ല കച്ചവടത്തിന് സക്കാത്തുള്ളത്. അങ്ങനെ തെറ്റിദ്ധാരണ പലയിടത്തും നിലനിൽക്കുന്നുണ്ട്. കച്ചവടത്തിന് ഒറ്റത്തവണയല്ല സക്കാത്ത് നിർബന്ധമുള്ളത്. ഒരു തവണ സക്കാത്തിന് മൊത്തം കച്ചവട വസ്തുക്കൾക്ക് സക്കാത്ത് കൊടുത്താൽ പിന്നെ എല്ലാ ബാക്കിയുള്ള വർഷങ്ങളിലൊക്കെയും കിട്ടുന്ന ലാഭത്തിന് മാത്രം സക്കാത്ത് കൊടുത്താലും പോരാ. അങ്ങനെയുള്ള തെറ്റിദ്ധാരണകളും പലയിടങ്ങളിലും പ്രമാണപരമല്ലാതെ നിലനിൽക്കുന്നുണ്ട്. മറിച്ച് ഓരോ വർഷവും അയാളുടെ കൈവശമുള്ള സ്റ്റോക്കും ക്യാഷും ഒക്കെ കണക്ക് കൂട്ടി അത് നിസാബിന് മുകളിലുള്ള സംഖ്യയുണ്ടെങ്കിൽ അയാൾ സക്കാത്ത് കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. ആദ്യം ഒരു കൊല്ലം അങ്ങോട്ട് എല്ലാത്തിനും സക്കാത്ത് കൊടുത്താൽ പിന്നെയുള്ള വർഷങ്ങളിൽ ആകെ കിട്ടുന്ന ലാഭത്തിന് മാത്രം സക്കാത്ത് കൊടുത്താൽ മതി എന്നത് ശരിയായ ഫിഖ്ഹി അഭിപ്രായമല്ല എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. അപ്പോ ഏറ്റവും പ്രധാനമായി നമ്മളെ ബാധിക്കുന്ന പിന്നെ സക്കാത്ത് കാര്യങ്ങളിലുള്ള സക്കാത്തിന്റെ നിയമങ്ങൾ കൂടിയാണ് സക്കാത്തുമായി ബന്ധപ്പെട്ട് ഏതാനും കാര്യങ്ങൾ 2-3 ഖുതുബയിലൂടെ പറഞ്ഞതിന്റെ ഭാഗമായിട്ട് നമ്മൾ പറഞ്ഞു വെച്ചിട്ടുള്ളത്. ഇത് നമുക്കറിവുണ്ടാകേണ്ടതാണ്. നമുക്ക് ബാധകമാണെങ്കിൽ വളരെ സൂക്ഷ്മതയോടുകൂടി നമ്മൾ ദീനിന്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ഈ ഒരു നിർബന്ധ ബാധ്യത നിർവഹിക്കേണ്ടതാണ്. ഇത് നമുക്ക് ബാധകമല്ലെങ്കിലും നമുക്ക് നമ്മുടെ പരിസരങ്ങളിലുള്ള ആളുകളെ ആ കാര്യത്തിൽ ബോധവൽക്കരിക്കേണ്ടതാണ്. സക്കാത്ത് കൊടുക്കാൻ ബാധ്യതയുള്ളവരെ അതിന് പ്രേരിപ്പിക്കേണ്ടതാണ്. അവർക്ക് അറിവില്ലാത്ത കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കാനും നമുക്ക് ബാധ്യതയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിന്റെ അടിസ്ഥാന സ്തംഭങ്ങൾ അല്ലെങ്കിൽ ദീനിന്റെ അഭിമാന സ്തംഭങ്ങൾ എന്നൊക്കെ പറയാവുന്ന ഇത്തരം ആരാധനകൾ അതിന്റെ യഥാവിധി അതർഹിക്കുന്ന ഗൗരവത്തിൽ പരിഗണിക്കാനും ദീനിന്റെ ഒരു അഭിമാന ചിഹ്നമായി ദീനിന്റെ ഇസ്സത്തിന്റെ ഒരു പ്രതീകമായി അതിനെ സമൂഹ മധ്യത്തിൽ ഉയർത്തിക്കാട്ടാനും അതുവഴി ദീനിന്റെ മാർഗത്തിലേക്ക് ആളുകളെ പ്രബോധനമായി വഴിതെടുത്താനും ഒക്കെയുള്ള അവസരങ്ങൾ തുറന്നു തന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വഅഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. اللهم صل وسلم وبارك على محمد وعلى آله وصحبه أجمعين. عباد الله أوصيكم وإياي ثانيا بتقوى الله. يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. طيب ثراهم واجعل الجنة مأوانا ومأواهم. اللهم أجرنا من النار. اللهم أجرنا ووالدينا من النار. اللهم ارحم موتانا وموتى المسلمين واشف مرضانا ومرضى المسلمين. اللهم ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا اغفر لنا ولآبائنا ولأمهاتنا رب ارحمهم كما ربونا صغارا. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا
غلا للذين آمنوا ربنا إنك رؤوف رحيم اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين وأذل الكفر والكافرين وأذل الظلم والظالمين اللهم أرنا في الظالمين عجائب قدرتك فإنهم لا يعجزونك اللهم إنا نشكو إليك ضعف قوتنا وقلة حيلتنا وهواننا على الناس فلا تكلنا إلى أنفسنا طرفة عين ولا أقل من ذلك اللهم انصر الإسلام والمسلمين في كل مكان في العالم يا رب العالمين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا توفنا مسلمين وألحقنا بالصالحين ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم فاغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد وعلى آله وصحبه أجمعين. الله أكبر الله أكبر.